പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചിന്താമണി സൂരജിനെ സ്വന്തമാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്ലാനുകൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി സൂരജിനെയും അതുപോലെ തന്നെ മീനുവിനെയും തെറ്റിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ തിരിച്ചടികൾ അവൾക്ക് വന്ന് ലഭിക്കുന്നത്. സത്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയാവുകയാണ് സൂരജ്. ചിന്താമണിക്ക് ഭക്ഷണം മീനു കൈമാറുന്നത് സൂരജ് കാണാൻ ഇടയാവുകയാണ്. ഇതോടെ സൂരജ് മറഞ്ഞു നിന്നുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ തീരുമാനമെടുക്കുകയും ചെയ്തതിനെ തുടർന്ന് ചിന്താമണിയോട് ഭക്ഷണം നീയാണ് പാകം ചെയ്തത് എന്ന് പറഞ്ഞ് വീണ്ടും കൊടുത്തുകൊള്ളാൻ പറഞ്ഞിരിക്കുകയാണ്. മീനു ഈ കാര്യം അറിയുന്നത് സൂരജിനെയാകെ ഞെട്ടിച്ചു കളയുന്നു. അപ്പോൾ ഇത്രയും നാൾ ചിന്താമണി എനിക്ക് ഭക്ഷണം കൊണ്ടു തന്നത് മീനു കൊടുത്തുവിട്ടിരുന്ന ഭക്ഷണമായിരുന്നു അല്ലേ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു ചതി നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകും എന്ന് വിചാരിച്ചില്ല. ഇത്രയും നാൾ മനോഹരമായി പാചകം ചെയ്തത് മീനുവായിരുന്നു. ഈ കാര്യം അറിയാതെയാണ് ഞാൻ അവളെ ഇത്രയധികം വെറുത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. എന്നാൽ ഇതേ തുടർന്നാണ് സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. വീണ്ടും മീനുവിൻ്റെ കാര്യത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നാരായണൻ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ആ സൂരജ് തന്നെയാണ് എന്ന് കുറ്റപ്പെടുത്തുന്നു. അയാൾ നമ്മളെ ചതിക്കുന്നതിനും നമ്മളെ തടയുന്നതിനും വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും പോകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നിനക്കും തോന്നിയിട്ടില്ലേ എന്ന് ചോദിക്കുകയും അതുകൊണ്ട് തന്നെ അയാളെ വിശ്വസിക്കരുത് എന്ന് നാരായണൻ പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട മീനു അയാൾ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളുമായി പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ മനസ്സുകൊണ്ട് അയാൾ നല്ലവനാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് മീനു ഉറപ്പിച്ചു പറയുന്നു. ഇത് നാരായണന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. പക്ഷേ മീനുവിനെ എതിർത്ത് സംസാരിക്കാൻ തയ്യാറാകാത്ത നാരായണൻ കാര്യങ്ങൾ വിട്ടുകളയാൻ തയ്യാറായി മുന്നിലേക്ക് വരികയാണ്. ഇതേ സമയമാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് മാറ്റങ്ങൾ വന്നു സംഭവിക്കുന്നത്. മീനുവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയാവുകയാണ് സൂരജ്. ഇതോടെ സൂരജിന് മീനുവിനോട് ഇഷ്ടം വന്നു തുടങ്ങുകയും ചെയ്യുന്നു. വിചാരിച്ചതുപോലെയല്ല, മീനു മിടുക്കി തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന സൂരജ് ഒടുവിൽ അവളെ ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. അവളോട് തല്ലുകൂടി എനിക്കിപ്പോൾ അവളോട് പ്രണയമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇനി വേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുന്ന സൂരജ് ഒടുവിൽ തൻ്റെ പ്രണയം തുറന്നു സമ്മതിക്കാൻ തയ്യാറാവുകയാണ്. എന്താണ് സൂരജിന് പറയാനുള്ളത് എന്ന് മീനു ചോദിച്ചതിനെ തുടർന്ന് മീനുവിനോട് സത്യങ്ങൾ പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന സൂരജ് മീനുവിനെ ഞാൻ പ്രണയിക്കുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്.
അപ്രതീക്ഷിതമായ ഈ സംഭവം മീനുവിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ മീനുവാകെ പകച്ചു പോകുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് മീനു പ്രതീക്ഷിച്ചിരുന്നതല്ല. ഈ കാര്യം ഇതേ തുടർന്നാണ് നാരായണൻ അറിയാൻ ഇടയാകുന്നത്. ഇതോടെ നാരായണനും ആകെ ഞെട്ടിപ്പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.